പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24 അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് യാത്ര തിരിക്കുന്ന 2 ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്കാണ് യാത്ര പോയത്. ജെറുസലേം കിഴക്കും എമ്മാവൂസ് പടിഞ്ഞാറുമാണ്. 2 ശിഷ്യന്മാർ കിഴക്കു നിന്നും പടിഞ്ഞാറേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഉദയത്തിൽ നിന്നും അസ്തമയത്തിലേക്കുള്ളൊരു യാത്ര, പ്രതീക്ഷയിൽ നിന്നും നിരാശയിലേക്കുള്ളൊരു യാത്ര. ആ യാത്രയിലായിരുന്നു 2 ശിഷ്യന്മാർ. യേശുവിനോടൊപ്പം അവന് ജെറുസലേമിൽ കൂടെ നിൽക്കേണ്ട അവർ എമ്മാവൂസിലേക്ക് യാത്രയാകും. അവരങ്ങനെ യാത്ര തിരിക്കുമ്പോൾ വാദപ്രതിവാദം നടത്തിക്കൊണ്ട്, തർക്കങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു അവരുടെ യാത്ര. എല്ലാവർക്കും അറിയാവുന്നൊരു വലിയ സത്യമാണ്, ക്രിസ്തു ഇല്ലാത്ത സംഭാഷണങ്ങളെല്ലാം തർക്കങ്ങളായിട്ട് മാറും. ദൈവം ഉള്ളിടത്ത് ഡയലോഗായിട്ട് തന്നെ ഇരിക്കും, അസാന്നിധ്യത്തിൽ അത് തർക്കങ്ങളായിട്ട് മാറും. സ്വന്തം കാര്യങ്ങൾ സ്ഥാപിക്കാനുള്ള തർക്കം, അവരിനെ അംഗീകരിക്കാതിരിക്കാനുള്ള തർക്കം. ഇവർ 2 പേര് തമ്മിൽ തർക്കിച്ചുകൊണ്ട് പോവുകയാണ്, വാദപ്രതിവാദം നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു അപരിചിതനെ പോലെ യേശു അവരുടെ കൂടെ നടക്കുകയാണ്. ഇവരോട് തികച്ചും അപരിചിതനെ പോലെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ കുറിച്ച്. ഞങ്ങൾക്കിടയിലെ ശക്തനായ പ്രവാചകനായി ഞങ്ങൾ പരിഗണിച്ചവൻ. ഞങ്ങളുടെ അധികാരികളും പുരോഹിതനുമെല്ലാം ചേർന്ന് അവനെ വധിച്ചു. ഇതെല്ലാം സംഭവിച്ചിട്ട് 3-ാം ദിവസമാണ്. സാധാരണ രീതിയിൽ ഇത്രയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞാനായിരുന്നു ക്രിസ്തുവിൻ്റെ സ്ഥാനത്തെങ്കിൽ പറയുമായിരുന്നു, നിങ്ങൾ പറയുന്ന ആ മനുഷ്യൻ ഞാൻ തന്നെയാണ്. അധികം വിശദീകരണങ്ങളോ വ്യാഖ്യാനങ്ങളോ ആവശ്യമില്ല. പക്ഷേ ക്രിസ്തു അവരെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ് കൂടെ നടക്കുക, പക്ഷേ അപരിചിതൻ്റെ രൂപത്തിലും ഭാവത്തിലും കടന്നു വരിക. പലപ്പോഴും യേശു കടന്നു വരുന്നത് അപരിചിതനെ പോലെയല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിന് 4-ാം അധ്യായത്തിൽ സിക്കേമിൽ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ക്ഷീണിതനായ യുവാവിനെ പോലെയാണ് വന്നത്. കുറച്ച് കഴിഞ്ഞാണ് സമറിയാക്കാരിക്ക് പോലും പിടികിട്ടുന്നത് അവനായിരുന്നു. ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയപ്പോഴാ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ ക്രിസ്തുവാണ്. ആ വെളിപ്പെടുത്തല്ല മനസ്സിലാവുക. അപരിചിതനെ പോലെ. ഉത്തിതൻ തിബേരിയോസിൻ്റെ ധീരത്ത് പ്രത്യക്ഷപ്പെട്ടത് അപരിചിതനെ പോലെ. അപ്പവും മീനും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചറിയുക. മഗ്ദലക്കാരി മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത് തോട്ടക്കാരനെ പോലെ, തികച്ചും അപരിചിതനായി. അതുകൊണ്ടാണ് പറയുക, അപരിചിതന്റെ ഭാവത്തിലും രൂപത്തിലുമാണ് ക്രിസ്തു കടന്നു വരിക. തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ഈ തിരിച്ചറിവും നമുക്ക് ആവശ്യമാണ്. ക്രിസ്തു നമ്മുടെ കൂടെ നടക്കുന്നു, തികച്ചും ഒരപരിചിതനെ പോലെ, പക്ഷെ ഏറ്റവും പരിചയം ഉള്ളവനായി. അവരെ പൂർണ്ണമായി അവിടുന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞിട്ട് ശക്തമായ തിരുത്തൽ അവർക്ക് കൊടുക്കുകയുമാണ്. എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഒരുപാട് ആകുലതകളുണ്ടായിരുന്നു, ഉത്കണ്ഠാകുലരായിരുന്നു. ഈ ഉത്കണ്ഠ ഒരുപാട് വരുമ്പം വർത്തമാനം പറച്ചിലും കൂടും, തർക്കങ്ങൾ കൂടും, സംശയങ്ങൾ കൂടും, വാക്കുകൾ ഒരുപാടായിട്ട് വരും. ഉത്കണ്ഠയുടെ നിറവിൽ നിന്നാണ് അവരുടെ സംശയങ്ങൾ പെരുകുന്നതും വർത്തമാനം ഒരുപാട് പറയുന്നതുമൊക്കെ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടി വൈകുന്നേരം 4 മണിക്കെത്തും. 4:30 കുട്ടിയെ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഉത്കണ്ഠയാണ്. അമ്മ ഒറ്റയ്ക്ക് പറയാൻ തുടങ്ങും, ദൈവമേ, പിള്ളേരെ പിടുത്തക്കാരുടെ കാലമാണ്, പിടിച്ചുകൊണ്ട് പോയോ, എവിടെ പോയി തപ്പും, പോയി അന്വേഷിക്കും മനുഷ്യ. ഉത്കണ്ഠയിൽ നിന്നും ഒരുപാട് ആകുലത നിറഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വരും. ഇത് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. യേശു അവരെ ശ്രദ്ധിച്ച് കേട്ടു. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആരെയും കേൾക്കാൻ മനസ്സില്ല, ക്യാപ്സൂൾ പരുവത്തിൽ പരിഹാരം നിർദ്ദേശിക്കുക. അത് മനുഷ്യൻ്റെ സ്വഭാവം. തമ്പുരാൻ്റെ സ്വഭാവം കേൾക്കുക എന്നുള്ളതാണ്. കേട്ട് കഴിയുമ്പം
തിരുത്തുവാനുള്ള ഒരു വലിയ മോറൽ പവർ, ധാർമ്മിക ശക്തി കേൾക്കുന്ന ആൾക്ക് ലഭിക്കുന്നു. എന്നെ ശരിക്കും കേട്ടയാൾ എന്നെ തിരുത്തുമ്പം എനിക്ക് അമർഷമില്ല, ബുദ്ധിമുട്ടുകളില്ല. പിന്നെ എനിക്ക് ഉറപ്പാണ് എന്നെ കേട്ടവനാ തിരുത്തുന്നത്. നിസ്സാരപ്പെട്ട വാക്കുവെച്ചല്ല. മന്ദബുദ്ധികളെ, പോഷന്മാരെ, അവർക്ക് യാതൊരു പരിഭവമില്ല, പരാതിയുമില്ല. കേട്ടവൻ തിരുത്തട്ടെ. ശക്തമായി ക്രിസ്തു തിരുത്തുകയാണ്. ഇന്നത്തെ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ഈ മാതൃക നമ്മുടെയൊക്കെ ഒരു മാതൃകയായിട്ട് മാറണം. മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നതിലല്ല, ഒത്തിരി മറുപടികൾ പറയുന്നതിലല്ല, പിന്നെയോ ശ്രദ്ധിക്കുക, കേൾക്കുക. അടുത്തിടെ പത്രത്തിൽ ഒരു പരസ്യം, ബോംബെയിൽ നിന്നും. അധികം പഠിത്തമില്ലാത്ത ആളാണ് ഞാൻ. സർവകലാശാല ബിരുദങ്ങളില്ല, വലിയ പ്രത്യേക കോഴ്സുകളിലൂടെ ഒന്നും കടന്നുപോയിട്ടില്ല. എനിക്ക് വയസ്സ് 60 പക്ഷെ എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുക്ക വരിക. ഫോൺ നമ്പരും റൂം നമ്പരും കൊടുത്തു. 100 കണക്കിന് ഫോൺ കോളുകളാണ് വന്നത്. ഒരു മണിക്കൂറിന് 100 രൂപ വെച്ചുള്ള ഫീസ് മാത്രം. എത്രയോ പേരെ തടിച്ചുകൂടി നിന്ന് പത്രങ്ങളെ സാക്ഷ്യപ്പെടുത്തി. പ്രായമായ മാതാപിതാക്കൾ മക്കൾക്ക് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ഭർത്താക്കന്മാർ വന്ന് ഭാര്യമാർക്ക് കേൾക്കാൻ സമയമില്ല, ഭാര്യമാർ വന്ന് ഭർത്താക്കന്മാർക്ക് കേൾക്കാൻ സമയമില്ല, മക്കളും വന്നു മാതാപിതാക്കൾക്ക് കേൾക്കാൻ സമയമില്ല. കേൾക്കാൻ സമയമുള്ളവരുണ്ടോ? ഓടിക്കൂടാൻ ആൾക്കാരുണ്ട്. അച്ഛന്മാരുമാരൊക്കെ കൗൺസിലിംഗ് നടത്തുമ്പോൾ എത്രയോ മനുഷ്യരാ വന്ന് ഇടിച്ചു കൂടുക. പരിഹാരമൊന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അങ്ങനെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മളിലും ഉണ്ടാകണം. ആ ഒരു ചിത്രം ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധാപൂർവം കേൾക്കുക, കേട്ടിട്ട് തിരുത്തുക. അവസാനം അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട് അടുത്തു. അവർ എമ്മാവൂസിലായി കഴിഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ അവനോട് പറയുകയാണ്, പകൽ അസ്തമിക്കുന്നു, ഇരുട്ട് പരക്കുന്നു, നീ ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രി താമസിക്കണം. കാരണം അവർക്ക് വലിയൊരു കാര്യം തോന്നി. അവൻ കൂടെയുണ്ടെങ്കിൽ ഇരുട്ട് മാറും, അവൻ കൂടെയുണ്ടെങ്കിൽ വെളിച്ചം നിൽക്കും. കാരണം ക്രിസ്തു ഉള്ളിടത്തൊക്കെ ഒരു പ്രകാശമുണ്ട്. എവിടെയും എങ്ങനെയാണ് ദൈവസാന്നിധ്യം ഉള്ളിടത്ത് പ്രകാശമുണ്ട്. അതല്ലേ പറയുക സങ്കീർത്തകൻ, അവനിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി. ദൈവം അധരം തുറന്ന് ആദ്യം പറഞ്ഞ വചനവും അതുതന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം, പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞപ്പോൾ രാത്രിയിൽ ദീപസ്തംഭത്തിൻ്റെ പ്രകാശമായി അവൻ വന്നു. യേശു പിറന്ന രാത്രിയിൽ അത്ഭുത നക്ഷത്രത്തിൻ്റെ പ്രകാശമായി അവൻ ജ്വലിച്ചുയർന്നു. ദൈവമുള്ളിടത്ത് പ്രകാശം, ദൈവമില്ലാത്തടത്ത് ഇരുട്ട്. നിക്കോദേമൂസ് ഒറ്റയ്ക്ക് വന്നത് ഇരുട്ടത്താണ്. ഒരു രാത്രിയിൽ നിക്കോദേമൂസ് യേശുവിനെ കാണാൻ വന്നു. യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പകൽ വെട്ടത്ത് പ്രകാശത്തിൽ ക്രിസ്തുവിൻ്റെ മൃതശരീരം കുരിശിൽ നിറക്കി കിടത്തി. യൂദാസ് യേശുവിനെ വിട്ടിട്ട് പോയത് ഇരുട്ടിലേക്കാണ്. ദൈവമില്ലാതെ ഒറ്റയ്ക്ക് യാക്കോബ് ഒരു രാത്രിയിൽ ദൈവത്തിന് ദൂതനുമായി മൽപ്പിടുത്തം നടത്തി. പക്ഷേ ദൈവാനുഭവം ഉണ്ടായപ്പോൾ അത് പ്രഭാതമായി എന്നാണ് പറയുക. ഒറ്റയ്ക്ക് വലയെറിഞ്ഞ് മടുത്തത് യോഹന്നാൻ 21 ശിഷ്യന്മാർ ഒരു രാത്രിയിലാണ്. പക്ഷേ ഉഷസ്സായപ്പോൾ യേശുവിനെ കടൽക്കരയിൽ കണ്ടു. യേശു വരുമ്പോൾ ഉഷസ്സുകൾ. യേശുവിലെ എൻ്റെ ജീവിതത്തിൽ രാത്രികൾ, കർത്താവുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രകാശവും പകലും. യുഗാദിയിൽ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ യുഗാന്ത്യം വരെ ഈ പ്രകാശം നൽകുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അവർ നിർബന്ധിച്ചു, ഞങ്ങളുടെ കൂടെ വസിക്കണം, പകൽ അസ്തമിക്കാറായി. ആർക്കാണ് ഗുരുവിനെ നിർബന്ധിക്കാൻ അവകാശം, അധികാരം? ശിഷ്യന് മാത്രമേ ഗുരുവിനെ നിർബന്ധിക്കാൻ പറ്റൂ, സ്വാധീനിക്കാൻ പറ്റൂ. ശിഷ്യന് പറയാം, നിർബന്ധിക്കാം, നീ പോകരുത്, ഞങ്ങളുടെ കൂടെ വസിക്കുക. അവൻ വസിച്ചു. അവൻ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു. യഹൂദ പാരമ്പര്യത്തിൽ ആതിഥേയനാകുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ അപ്പം മുറിച്ചു കൊടുത്തു. അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ യേശുവിനെ കണ്ടില്ല,
അപ്പം കണ്ടു, പക്ഷേ യേശുവിനെ പിന്നെ കണ്ടില്ല. എമ്മാവൂസിൽ ക്രിസ്തുവിൻ്റെ ശാരീരിക സാന്നിധ്യം കൗദാശിക സാന്നിധ്യമായി മാറുകയാണ്. ഇനിമേൽ അവനെ കാണേണ്ടത് മാംസത്തിലും രക്തത്തിലും അല്ലല്ലോ, പിന്നെയോ ഒരു തൂവള്ള ഓസ്തിയിൽ. അതിന് ഓസ്തി മാംസമാകണമെന്ന് നിർബന്ധമില്ല, അതിലും രക്തം കാണണമെന്നും നിർബന്ധമില്ല. തൂവള്ള ഓസ്തിയിൽ ക്രിസ്തുവിനെ കാണുവാനുള്ള കൃപ, ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം മുറിച്ചപ്പോൾ അവർ കണ്ണു തുറന്നു, അവനെ കണ്ടില്ല, അവർ അപ്പത്തെ കണ്ടു. പിന്നീട് അവർ പറയുകയാണ്, എമ്മാവൂസിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ അവർ പറയുന്നു, അവൻ നമ്മോട് വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവൻ നമ്മോട് വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഈ ഒരു വാക്കാണ് അവർ പറയുക. ക്രിസ്തുവിനോടുകൂടി നടക്കുന്ന നിമിഷങ്ങളിൽ ഹൃദയം ജ്വലിക്കും. നമ്മൾ ഓരോരുത്തരും ധൂപക്കുറ്റിയിൽ കടന്ന് കത്തുന്ന ചിരട്ടക്കരി പോലെയാണ് മനുഷ്യജന്മം, മനുഷ്യജീവിതം. ധൂപക്കുറ്റിയിൽ കിടക്കുമ്പോൾ അത് തിളങ്ങും, തക്കാളിപ്പഴം പോലെ ചുവന്ന് തിളങ്ങും. ധൂപക്കുറ്റിയിൽ നിന്നും അത് പുറത്തിട്ടാൽ സാവധാനം മങ്ങും. കുറേ കഴിയുമ്പോൾ വെറും കരിയാവും. പുറത്ത് കഴിയുമ്പോൾ തണുത്ത് വിറങ്ങലിച്ചിരിക്കും. ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു നല്ല തിളക്കം, ജ്വലിപ്പ്, അതില്ലേ തീർന്നു. കടലിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചാൽ ആ വെള്ളത്തിന് എരപ്പില്ല. കാരണം കടലിൽ നിന്നും അത് വേറിട്ട് പോയി. കടലിൽ കിടക്കുന്ന കാലത്തോളമേ വെള്ളത്തിന് ആരവുള്ളൂ, എരപ്പുള്ളൂ. കടലിൽ നിന്നും എടുത്തു മാറ്റിയാൽ പിന്നെ ആ വെള്ളത്തിന് എരപ്പില്ല, ആരവങ്ങളില്ല, ശബ്ദങ്ങളില്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു തിളക്കം, ഒരു ജ്വലിപ്പ്. അവനിൽ നിന്നും അകന്നു കഴിയുമ്പോൾ ആ തിളപ്പും ആ ജ്വലിക്കലും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവർ തിരിച്ച് ദേവാലയത്തിലെത്തുന്നു. മറ്റ് ശിഷ്യന്മാരുടെ കൂടെ അവരും പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ സമയം ചെലവഴിക്കുന്നതായി നമ്മൾ കാണുകയാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ മനുഷ്യജന്മം, ക്രൈസ്തവ ജീവിതം യേശുവിൻ്റെ കൂടെ നിത്യം വസിക്കാനുള്ളതാണ്. ചിലപ്പോഴെങ്കിലും അറിഞ്ഞു പറയാതെ നമ്മളും എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ചിട്ടില്ലേ? ഒരു നവീകരണ ധ്യാനം കൂടുന്ന നാളുകളിൽ ഹൃദയത്തിന് നല്ല ജ്വലിപ്പ്, അവനോടൊപ്പം ജെറുസലേമിൽ നിൽക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം. പക്ഷേ നാളുകൾ കഴിയുമ്പോൾ അറിയാതെ ഞാനും നിങ്ങളും എമ്മാവൂസിലേക്ക് നടന്നു തുടങ്ങുകയല്ലേ? നമ്മുടെ പാദങ്ങൾ അവനോട് സാമീപ്യത്തിൽ നിന്നും അകന്നകന്നു പോകുന്നു. അങ്ങനെ അകന്നു പോകുമ്പം നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ വന്നുകൂടുന്നു. അങ്ങനെ വന്നുകൂടുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ അസ്വസ്ഥതയുള്ള മനുഷ്യരായിട്ട് മാറുകയാണ്. പിരിമുറുക്കങ്ങളും ടെൻഷനുമുള്ള ജീവിതങ്ങളായിട്ട് അത് മാറുന്നു. എങ്കിൽ ക്രിസ്തു ഇന്ന് നമ്മെ വിളിക്കുന്നു, മകനെ മകളെ തിരിച്ചു നടക്കുക അവൻ്റെ ജെറുസലേമിലേക്ക്. ജെറുസലേമെന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ സ്ഥലം, മരണത്തിൻ്റെ സ്ഥലം, മഹത്വീകരണത്തിൻ്റെ സ്ഥലം. അവൻ്റെ സഹനത്തിലേക്ക്, അവൻ്റെ മരണത്തിലേക്ക്, അവൻ്റെ മഹത്വീകരണത്തിലേക്ക്, അവൻ്റെ ജെറുസലേമിലേക്ക് ക്രിസ്തു ശിഷ്യർ എന്ന രീതിയിൽ നാം ഓരോരുത്തരും തിരിച്ചു നടക്കണം. അവനോടൊത്ത് കൂടാരമടിച്ച് വസിക്കണം. ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോയ മനുഷ്യനാണ് ലൂക്കാസ് വിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിലെ മനുഷ്യൻ. അന്ന് പുറത്തുള്ള കള്ളന്മാർ അവനെ പിടികൂടിയെങ്കിൽ ഇവിടെ ഇപ്പോൾ എമ്മാവൂസിലേക്ക് പോകുന്നവരെ ഉള്ളിലുള്ള കള്ളന്മാർ തന്നെ പിടികൂടുകയാണ്. ആത്മീയ ജീവിതത്തിൽ തകർത്തുകൊണ്ട്, ആന്തരിക ജീവിതത്തിൽ നിന്നും അവരെ തിരിച്ചു വിട്ടുകൊണ്ട് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഉള്ളിലെ കള്ളന്മാർ. യേശു കൂടെ നടന്നപ്പോൾ വഴിതെറ്റിപ്പോയ അവർക്ക് തിരിച്ചറിവുകൾ ഓരോന്നായി ലഭിച്ചു. ഏതെല്ലാം തിരിച്ചറിവുകളാണ് അവർക്ക് ലഭിച്ചത്? ഒന്നാമത്തെ തിരിച്ചറിവ്, ഞങ്ങൾ എമ്മാവൂസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ്. ഞങ്ങൾ എമ്മാവൂസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. 2, ഞങ്ങൾ എമ്മാവൂസിലേക്ക് പോകേണ്ടവരല്ല എന്ന തിരിച്ചറിവ്. 3, ഞങ്ങൾ ജെറുസലേമിൽ കൂടാരമടിക്കേണ്ടവരാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. ഈ 3 തിരിച്ചറിവുകൾ അവർക്ക് ലഭിക്കുകയാണ്. നമുക്കറിയാം, തിരിച്ചറിവുകൾ മനുഷ്യനെ എന്നും തിരിച്ചു നടത്തും. ചരിത്രത്തിൽ
പ്രവാചകന്മാരും രാജാക്കന്മാരും പുരോഹിതരും ദൈവജനം മുഴുവനും തിരിച്ചറിവ് വന്നപ്പോൾ തിരിച്ച് നടന്നവരാണ്. എമ്മാവു ശിഷ്യന്മാർക്ക് തിരിച്ചറിവുണ്ടായി. അവർ തിരിച്ചു നടന്നു ജെറുസലേമിലേക്ക്. ഞങ്ങൾ എമ്മാവൂസിലേക്കാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവ്. കള്ളുകുടിയന്മാർക്ക് ഇല്ലാതെ പോകുന്നത് തിരിച്ചറിവാണ്. തിരിച്ചറിവല്ലേ അവർക്കില്ലാത്തത്. അപ്പനും മകനും കള്ളു കുടിച്ച് പൂസായിട്ട് നടന്നു പോകുന്നു. ആടിയാടി പോകുന്ന അപ്പൻ മോനോട് പറഞ്ഞു, മോനെ നീ ഒന്ന് നോക്കിക്കേ, നിന്റെ അപ്പൻ ആടുന്നുണ്ടോ? അപ്പൻ മുമ്പോട്ട് നടന്നു. പൂസായ മോൻ അപ്പനെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പന് കുഴപ്പമൊന്നുമില്ല, അപ്പൻ നേരെയാണ് നടക്കുന്നത്. അപ്പൻ്റെ കൂടെ പോകുന്ന മറ്റേ ആൾ ആടുന്നുണ്ടെന്നാണ് തോന്നുക. അവൻ അപ്പനെ ഡബിളായിട്ടാണ് കാണുക. തിരിച്ചറിവില്ലാത്തപ്പോഴാണ് അബദ്ധങ്ങൾ സംഭവിക്കുക. ജീവിതത്തിൽ തിരിച്ചറിവുകളാണ് മനുഷ്യനെ നേർവഴിക്ക് നടത്തുക. തിരിച്ചറിവ് വന്നപ്പോൾ ദാവീദ് പശ്ചാത്തപിച്ചു. തിരിച്ചറിവ് വന്നപ്പോൾ പത്രോസ് അനുതപിച്ചു. തിരിച്ചറിവുകൾ മനുഷ്യനെ എന്നും തിരിച്ചു നടത്തുന്നു ജീവിതത്തിൽ. എമ്മാവു ശിഷ്യന്മാർക്ക് ഈ തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ എമ്മാവൂസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. നമ്മുടെയൊക്കെ ഇന്ന് ക്രിസ്തു ചോദിക്കുകയാണ്, ജീവിത അന്തസ്സിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. സംസാരങ്ങളെക്കുറിച്ച്, രീതികളെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവ്. ഞാൻ ഒരു അച്ഛനാണ് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. അതെൻ്റെ ഭാഷകളെയും എൻ്റെ ബന്ധങ്ങളെയും എൻ്റെ ഇടപെടലുകളെയും സ്ഥായിയായി സ്വാധീനിക്കും. ഞാനൊരു ഭർത്താവാണ്, അപ്പനാണ് എന്നുള്ള തിരിച്ചറിവ് ഒരപ്പൻ്റെ ജീവിത വഴികളെ ക്രമീകരിക്കും. ഒരമ്മയാണ്, ഭാര്യയാണ് എന്നുള്ള തിരിച്ചറിവ് ഒരു സ്ത്രീയുടെ നോട്ടങ്ങളെയും ചിന്തകളെയും ഇടപെടലുകളെയും സ്വാധീനിക്കുന്നു. ഞാൻ ഇന്ന കുടുംബത്തിലെ അംഗമാണ് എന്ന തിരിച്ചറിവ് പെരുമാറ്റത്തെ കാര്യമായി ബാധിക്കുന്നു. അപ്പോൾ ഒന്നാമത് ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ ആവശ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവർ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ എമ്മാവൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും അവർ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ എമ്മാവൂസിൽ പോകേണ്ടവരല്ല, എമ്മാവൂസിൽ പോകേണ്ടവരല്ല എന്ന തിരിച്ചറിവ്. ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിവ് തരുന്നത് ഇത് ഞാൻ ചെയ്യേണ്ട ആളല്ല, ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ആളല്ല, ഇങ്ങനെ സംസാരിക്കേണ്ട ആളല്ല, ഈ നിലയിൽ ജീവിക്കേണ്ട ആളല്ല. ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്നപ്പോൾ അവന് മനസ്സിലായി, ഈ പന്നിക്കുഴിയിൽ കിടക്കേണ്ട ആളല്ല ഞാൻ, ഈ ദുർഗന്ധം അനുഭവിച്ച് എവിടെ കിടന്ന് ഉരുളേണ്ട ആളല്ല ഞാൻ, എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിൽ കഴിയേണ്ട ആളല്ല. ഈ തിരിച്ചറിവ് ധൂർത്തപുത്രൻ്റെ ജീവിതത്തെ കാര്യമായി സ്വാധീനിച്ചു. നമ്മളോടും ചോദിക്കുന്നത്, എന്തിന് ഈ വലിയ ദുഃഖം സഹിക്കുന്നു? എന്തിന് ഇതുപോലെ നീറുന്നു? എന്തിന് ആകുലപ്പെടുന്നു? എന്തിന് അസ്വസ്ഥരാകുന്നു? അങ്ങനെ ആകേണ്ട ആളല്ലല്ലോ ഞാൻ. അതിൽ നിന്നും ഒരു മോചനം എനിക്ക് ആവശ്യമല്ലേ? ഒരു വിടുതൽ എനിക്ക് ആവശ്യമല്ലേ? ആ തിരിച്ചറിവ്. ഞാൻ ഇങ്ങനെ കിടക്കേണ്ടയാളല്ല, ഇങ്ങോട്ട് പോകേണ്ടയാളല്ല. മൂന്നാമത്തെ തിരിച്ചറിവ്, ഞാൻ ജെറുസലേമിലേക്ക് പോകേണ്ടയാളാണ്, ഞാൻ ജെറുസലേമിലേക്ക് പോകേണ്ടയാളാണ്, ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടയാളാണ്. പന്നിക്കുഴിയിൽ കിടന്ന് ധൂർത്തപുത്രനുണ്ടായ തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളും ഓർക്കണം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഈ അവസ്ഥയിൽ ഞാൻ അധപ്പതിച്ചു പോയെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു നടക്കേണ്ട ആളാണ് പിതൃഭവനത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക്. ആ തിരിച്ചറിവ് എമ്മാവു ശിഷ്യന്മാരെ തിരിച്ചു നടത്തി, ധൂർത്തപുത്രനെ തിരിച്ചു നടത്തി, ഇസ്രായേൽ ജനതയെ തിരിച്ചു നടത്തി, വഴിതെറ്റിപ്പോയ രാജാക്കന്മാരെ തിരിച്ചു നടത്തി, പത്രോസിനെ തിരിച്ചു നടത്തി. ഈ തിരിച്ചറിവുകൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണം. എമ്മാവൂസിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ശിഷ്യരുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. അറിഞ്ഞു മതിയാതെയും ജീവിതയാത്രയിൽ വഴിതെറ്റിപ്പോയവരെങ്കിൽ കർത്താവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒത്തിരി അസ്വസ്ഥതകളും ആകുലതകളും എൻ്റെ നെഞ്ചിൽ ഞാൻ വഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ക്രിസ്തുവിൽ നിന്നും ഞാൻ ദൂരെയാണ്. ഒത്തിരി പൊട്ടിത്തെറിയും അസ്വസ്ഥതകളും ഞാൻ കാണിക്കുന്നെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ കർത്താവിൽ നിന്നും ഞാൻ അകലെയാണ്. നിസ്സാരപ്പെട്ട കാര്യത്തിന് പൊട്ടിത്തെറിക്കുകയും പ്രകോപിതരാവുകയും എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എൻ്റെ ക്രിസ്തുവിൽ നിന്നും ഞാൻ അകലെയാണ്.
ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ചല്ല പരിഹാരം കാണേണ്ടത്, പിന്നെയോ തമ്പുരാനിലേക്ക് തിരിച്ചു വന്ന് ജീവിത പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടെത്തണം. എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ അടുക്കണം. ആ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടെത്തണം. മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അവന് ജീവിതത്തിൽ കുരുക്കുകൾ ഉണ്ടാക്കാനേ പറ്റൂ, കുരുക്കുകൾ മെനയാനേ പറ്റൂ. കുരുക്കഴിക്കാൻ അവൻ തോക്കും തോറും കടുംകെട്ടുകൾ വീണുകൊണ്ടിരിക്കും. പക്ഷേ ക്രൂശിതനായ മിശിഹ കുരുക്കുകൾ അഴിക്കുന്നവനാണ്. കുരുക്കിടാൻ മനുഷ്യൻ, കുരുക്കഴിക്കാൻ ക്രൂശിതൻ ഉത്തിതൻ. ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. സ്നേഹപൂർവ്വം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ലോകത്തിൻ്റെ വഴികളിലൂടെ ഞാൻ നടന്നു പോയെങ്കിൽ, തിന്മയുടെ പാപത്തിൻ്റെ വഴികളിലൂടെ ഞാൻ കടന്നു പോയെങ്കിൽ, ഒരു മാനസാന്തരം, ഒരു തിരിച്ചുവരവിലേക്ക് ക്രിസ്തു എന്നെ നിർബന്ധപൂർവ്വം ക്ഷണിക്കുകയാണ്. കടന്നു വന്ന വഴികളിലെ മുറിപ്പാടുകളെ ഓർത്ത് ഒത്തിരി വേദനിക്കാതെ, അകലെയുള്ള ആ വളവുകളിലേക്ക് കണ്ണുകൾ നട്ട് ഒത്തിരി ആകുലപ്പെടാതെ, ദൈവം തന്ന ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാനും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും എമ്മാവൂസ് രംഗം നമ്മയൊക്കെ വിളിക്കുന്നു. തിരിച്ചു വന്നവർക്കെല്ലാം ദൈവം കൊടുത്ത വലിയ സമ്മാനമാണ് സന്തോഷം. ധൂർത്തപുത്രൻ വന്നു, ആഹ്ലാദ ആരവം ഉണ്ടായി. എമ്മാവൂസ് ശിഷ്യന്മാർ തിരിച്ച് ദേവാലയത്തിൽ വന്നു, സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആനന്ദത്തോടുകൂടി അവർ ശിഷ്ടകാലം അവിടെ കഴിച്ചുകൂട്ടി എന്ന് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലേക്ക് നമുക്ക് തിരിയാം. എത്ര ദൂരം അകന്നുപോയോ അത്രയും ദൂരം തിരിച്ചു നടക്കാം. എമ്മാവൂസ് ശിഷ്യന്മാർ എത്ര ദൂരം നടന്നോ അത്രയും ദൂരം തിരിച്ചു നടന്നു. ധൂർത്തപുത്രൻ എത്ര വലിയ കുഴിയിലേക്ക് പോയോ അത്രയും ഉയരത്തിലേക്ക് കയറി വന്നു. തിരിച്ചു വരാം, കയറി വരാം, അവനോടൊപ്പമായിരിക്കാം. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എമ്മാവൂസിലേക്ക് നടന്ന് അകന്നുപോയ ശിഷ്യരെ പോലെ ഞങ്ങളിതാ തിരുസന്നിധിയിൽ എത്തി നിൽക്കുന്നു. ഞങ്ങളുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നിൽ നിന്നും ഒരുപാട് ദൂരം ഞങ്ങൾ അകന്നുപോയി. യേശുവെ, തിരിച്ചറിവുകൾ നൽകി ഞങ്ങളെ തിരിച്ചു നടത്തണമേ. ഞങ്ങൾ പോകേണ്ട വഴികൾ ഏതെന്നും പറയേണ്ട വാക്കുകൾ എന്തെന്നും സഞ്ചരിക്കേണ്ട പാതകൾ ഏതാണെന്നും നീ തന്നെ കാണിച്ചു തരുന്നല്ലോ. അത് തിരിച്ചറിഞ്ഞ് നിന്നോടൊപ്പം നിന്റെ ജെറുസലേമിൽ വസിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അതിന് തടസ്സമായി നിൽക്കുന്നവയെല്ലാം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.